മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും ഈ ശബ്ദം കേട്ടെന്ന് തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, മുണ്ടക്കൈയിലും പുഞ്ചിരിമറ്റത്തും നേരത്തെ ചൂരൽമലയിലും സമാനമായ മുഴക്കം കേട്ടെന്ന് സാനിയോ പറയുകയുണ്ടായി. എന്താണ് അവിടെ രക്ഷാപ്രവർത്തകർ പറയുന്നത്? സ്മൃതി, രാവിലെ മുതൽ തന്നെ ഈ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ തിരച്ചിലിന് നേതൃത്വം നൽകുകയായിരുന്നു. ഈ അമ്പലവയലിൽ ഈ അസ്വാഭാവികമായി ശബ്ദം കേട്ടു എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും സമാനമായ ശബ്ദം കേട്ടു എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പാറക്കിടയിൽ നിന്ന് വലിയൊരു പ്രകമ്പനവും ശബ്ദവും കിട്ടി എന്നുള്ളതാണ് അവർ സാക്ഷ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ നമുക്ക് പോവുകയും ചെയ്യാം. സാറേ, ഈ രക്ഷാപ്രവർത്തനം രാവിലെ മുതലുണ്ട്, എന്താണ് അസ്വാഭാവികമായി തോന്നിയത്? എന്താണ്? അപ്പൊ ഞങ്ങൾ പുഞ്ചിരിവട്ടത്ത് ഞങ്ങൾ അവിടെ സെർച്ചിനായിട്ട് പോയതാണ്. അപ്പൊ തകർന്നു നിൽക്കുന്ന വീടുകളുടെ ചുറ്റുവട്ടത്ത് സെർച്ചിന് പോയപ്പോൾ ഒരു അസ്വാഭാവികമായിട്ടൊരു കൊറിയിലൊക്കെ സ്ഫോടനം നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു വൈബ്രേഷൻ, നല്ലൊരു വൈബ്രേഷൻ ആയിരുന്നു. അത് 2 ടൈം ഉണ്ടായിരുന്നു. ആദ്യം ഒന്നുണ്ടായി, ഒരു കുറച്ചേരം കഴിയുമ്പോൾ ഓരോണ്ടും വന്നിരുന്നു. അപ്പൊ ഏത് സമയത്തായിരുന്നു? ഇപ്പൊ ഏകദേശം ഒരു 1 മണിക്കൂർ അടുത്ത് ആവണുള്ളൂ. ഞങ്ങൾ അവിടെ സെർച്ചിന് പോയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടേക്ക് വന്നത്. അപ്പൊ ആ സമയത്താണ് അത് കണ്ടത്. അത് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അസ്വാഭാവികത തോന്നിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സാറിനോട് പറയുകയും ചെയ്തിരുന്നു, അങ്ങനെ ഒരു ഇത് വൈബ്രേഷൻ തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. ഭാഗത്തൊക്കെ രാവിലെ മുതൽ JCB ഒക്കെ പാറ മാറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, JCB ഉണ്ടായിരുന്നില്ല. JCB ഒക്കെ അതിന് ശേഷമാണ് വന്നത്. ഞങ്ങൾ ആദ്യം സെർച്ചിനായിട്ട് ഞങ്ങളുടെ ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വീടുകൾ തകർന്നു നടക്കുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇത് അനുഭവപ്പെട്ടത്. ആ സൗണ്ട് ശബ്ദമാണ് കേട്ടത്. ഈ നമ്മൾ വലിയ കുറികളുടെയൊക്കെ സൈഡിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഈ അവിടെ സ്ഫോടനം നടക്കുന്ന സമയത്തുണ്ടാകുന്ന വൈബ്രേഷൻ അല്ലേ, ആ വൈബ്രേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും ഫീൽ ചെയ്തിരുന്നു. ചെറുപ്പത്തിൽ പണ്ട് ഇതുപോലെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് നമുക്കൊരു ഇതുണ്ട്, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും വിചാരിച്ചില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ ന്യൂസ് വന്നപ്പോഴാണ് ഞങ്ങളിത് അത്രയും ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളിവിടെ സെർച്ച് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് സ്മെല്ല് വന്നിട്ട് ഡോഗ് സ്ക്വാഡിനെ നമ്മൾ വിളിച്ചു വരുത്തി അവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ആണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മുണ്ടക്കൈ ഭാഗത്തായിരുന്നു സാറുണ്ടായിരുന്നു, അവിടെയും ഇതുപോലെ ശബ്ദം കേട്ടു എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ ഡോഗ് സ്ക്വാഡിന്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു സിംറ്റംസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ JCB ഉപയോഗിച്ച് അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു വലിയൊരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് എനിക്ക് ശരിക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടു. 2 പ്രാവശ്യം, 1 മിനിറ്റ് ഇടവിട്ട് 2 പ്രാവശ്യം എനിക്ക് പ്രകമ്പനം ഇടപെട്ടു. അപ്പോൾ ഞാൻ എന്റെ അടുത്തും ലെഫ്റ്റും റൈറ്റും നിന്ന സാറുമാരോട് പറഞ്ഞു, സാർ എവിടെയോ ഭൂമിമൂലകം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെയാണ് കൺട്രോൾ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്ന് എത്രയും പെട്ടെന്ന് സെർച്ച് അവസാനിപ്പിച്ച് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ സെർച്ചിങ് അവസാനിപ്പിച്ച് ഞങ്ങൾ കൺട്രോൾ റൂമിലേക്ക് പോവുകയാണ്. കാലാവസ്ഥയും മാറി വരുന്നുണ്ട്, നല്ല ഇരുണ്ടും മൂടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മേഖലയിലുള്ളവരാണോ? ഇതിന്റെ ഒരു കാലാവസ്ഥയും സ്വഭാവമൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും? പെരുമ്പാവൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പെരുമ്പാവൂർ ഫയർ സ്റ്റേഷനാണ്. അല്ലമീൻ, ഒരു 10 കൂടി തന്നെയാണോ ഇവർക്ക് ഈ പ്രകമ്പനം അനുഭവപ്പെട്ടതെന്ന് അറിയേണ്ടതുണ്ട്. ആ സമയത്താണ് അമ്പലവയലിൽ ഉണ്ടായത് 10:10. അല്ലമീൻ, അതാണ് അറിയേണ്ടത്, സമയമാണ് അറിയേണ്ടത്. ഇതേപോലെ അടുപ്പിച്ച് രണ്ട് തവണയായിട്ട് പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് അമ്പലവയലുള്ളവർ സാക്ഷ്യപ്പെടുത്തിയത്. ഇപ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കൈയിലെ തിരച്ചിലും അവസാനിപ്പിച്ചു. ഒരു ഏകദേശം സമയം എപ്പോഴാണെന്ന് അറിയാം? ഒരു 10 മണി സമയത്തൊക്കെയാണ് അമ്പലവയലിൽ ഇത്. 10 മണി ആ സമയത്ത് ഞങ്ങൾ അവിടെ നിന്നിട്ട് അവിടെയാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ താഴെ നിന്ന് ഭക്ഷണം ഇവിടെ ഇടയ്ക്ക് കിട്ടി. ആ ഭക്ഷണം ഞങ്ങൾ അവിടെ പോയിരുന്നാണ് കഴിച്ചത്. അതിന്റെ ആ സമയത്താണ് ഞങ്ങൾക്ക് ഏകദേശം സമയം ഓർമ്മയുണ്ടോ? ഞങ്ങൾ വർക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിനെ ഫോൺ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പൊ സമയം നോക്കിയില്ല ഞങ്ങളതിൽ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറൊന്നുമല്ല. ഞങ്ങളിപ്പോ അതിന് ശേഷം ഇവിടെ ഇറ്റാച്ചിയുടെ ഇതിനകത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ 2ാമത്തെ പ്രകമ്പനം എനിക്ക് അനുഭവപ്പെട്ടിട്ട് മുണ്ടക്കൈയിൽ അനുഭവപ്പെട്ടിട്ട് ഇത് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഈ വിനോദ് സാറിന് പ്രകമ്പനം അനുഭവപ്പെട്ടത് പുഞ്ചിരിമട്ടത്ത്. ഓക്കെ. സുജി, അത് തന്നെയാണ് ഈ പാറകളൊക്കെ ഇറങ്ങിക്കിടക്കുന്ന നമ്മളിപ്പോൾ അപകടമുണ്ടായ ദുരന്ത മേഖലയിലാണ് ഈ 2 പേരും ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ JCB തുടർച്ചയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നുകൊണ്ടിരുന്നത് അതിന്റെ ഒരു ഷിവറിംഗ് പല ഭാഗത്തുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് അതിനപ്പുറത്തേക്ക് അസ്വാഭാവികമായിട്ടുള്ള ശബ്ദം. ഇത് മാത്രമല്ല, പുഞ്ചിരിമട്ടത്ത് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് അവർ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പാണ് പുഞ്ചിരിമട്ടത്ത് അത്തരമൊരു ഫീൽ ഉണ്ടായെന്ന് പറയുന്നു. അന്നേരം ആ ഭാഗത്ത് JCB ഇല്ലായിരുന്നു. വളരെ
കോറിയിൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് സമാനമായ രീതിയിലുള്ള ശബ്ദവും പ്രകമ്പനവുമാണ് ആ പാറമുകളിൽ നിന്നപ്പോൾ ലഭിച്ചത് എന്നുള്ളതാണ്. പുഞ്ചിരിമട്ടമാണ് നമുക്കറിയാം ഈ പ്രകമ്പനത്തിന്റെയും ഇപ്പോഴത്തെ ഉൾപ്പൊട്ടലിന്റെയൊക്കെ പ്രഭവ കേന്ദ്രം. അതിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് അത്തരമൊരു അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ JCBയുടെ പ്രവർത്തനമൊക്കെ നിർത്തി ആളുകളെയൊക്കെ ഇറക്കി വിടുന്നുണ്ട്. സമാനമായി മുണ്ടക്കയിലും സമാനമായ രീതിയിലുള്ള ഒരു അനുഭവം അവർക്കുണ്ടായി എന്ന് പറയുന്നു. അതിൽ പുഞ്ചിരിമട്ടത്ത് ഈ ശബ്ദമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഫയർ ഓഫീസർ പറയുന്നത് മുമ്പ് ഒരു ഭൂമികുലുക്ക അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ധാരണയുമുണ്ട്. അതുകൊണ്ട് ഈ JCB പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനോ അതല്ല, അതിനപ്പുറത്തേക്ക് അസ്വാഭാവികമായ ഒരു ശബ്ദം തന്നെയാണ് കേട്ടതെന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു. 2 തവണ ഈ 2 പേരും 2 തവണയാണ് ഈ ശബ്ദം കേട്ടത്. അത് വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന്റെ സൂചനയാണ് എന്ന് മറ്റുദ്യോഗസ്ഥരോട് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. ചൂരൽമല ഭാഗത്തും ഈ സമയത്ത് സമാനമായ രീതിയിൽ വലിയൊരു ശബ്ദം കേട്ടതായി പലരും പറയുകയും ചെയ്യുന്നുണ്ട്. അസ്വാഭാവികമായിട്ടുള്ള ഒരു ശബ്ദമായി തന്നെയാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാവരും ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ രാവിലെ മുതൽ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഈ ഭൂകമ്പത്തിന് സമാനമായ ശബ്ദം കേട്ടു അല്ലെങ്കിൽ അസ്വാഭാവികമായ ഉഗ്ര ശബ്ദം കേട്ടു എന്ന് പലയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കുറച്ചു നേരം കൊണ്ട് വരുന്നുണ്ട്. കുറച്ച് സമയമായി അന്തരീക്ഷം മൂടിക്കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാലാവസ്ഥ മാറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരാശങ്ക ഉണ്ട് എന്ന് സൂചിപ്പിച്ച് തന്നെയാണ് കൺട്രോൾ റൂമിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മടങ്ങി കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടക്കയിലെ പരിശോധന അവസാനിപ്പിച്ച് അവർ പോകുന്നത്. മുണ്ടക്കയിൽ അസ്വാഭാവികമായി 2 ഇടങ്ങളിൽ ഈ പാറക്കെട്ടുകൾക്കിടയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റു JCBക്ക് ഒന്ന് പരിശോധന നടത്തിയത്. പരിശോധന തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ അസ്വാഭാവികമായ ശബ്ദം കേട്ടു എന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അത് അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നു. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തുനിന്ന് പൂർണ്ണമായും ആളുകളോട് മാറാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിരിക്കുകയാണ്.